നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. വി.ടി. സൂരജിന്റെ പ്രതികരണത്തിലേക്ക്. ഇടതുകോട്ടയായ ബാലുശ്ശേരിയിൽ ഇത്തവണ അട്ടിമറി വിജയം നേടിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ വി.ടി. സൂരജ്. സൂരജാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബാലുശ്ശേരിയിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ്. ബാലുശ്ശേരിയിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിജയമാണിത്. ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ബാലുശ്ശേരിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ, അവരുടെ എഫേർട്ടിനെ, അവരുടെ സ്വപ്നങ്ങളെയൊക്കെ ഞാൻ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു. എല്ലാ കാലവും ബാലുശ്ശേരിയിലെ ജനങ്ങളോടൊപ്പം ഇനി എക്കാലവും ഞാൻ ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ ഞാനത് തെളിയിക്കും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങിയാണ് ഇപ്പോൾ ഒരു MLA ആയിരിക്കുകയാണ്. അതും ബാലുശ്ശേരി. LDFന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സച്ചിൻ ദേവിന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ബാലുശ്ശേരി മണ്ഡലം ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങിയ അംഗമാണ്. പാർട്ടി വിശ്വസിച്ച് സീറ്റ് തന്നു, അങ്ങനെ മത്സരിച്ച് ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. തീർച്ചയായും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും അത് നീതി പുലർത്തിയിട്ടുണ്ട്. ഇനിയുള്ള കാലം വലിയ ഉത്തരവാദിത്തമാണ്. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. അത് 100% നീതി പുലർത്തിക്കൊണ്ട് ബാലുശ്ശേരിയിലുണ്ടാവും. അപ്പോൾ പ്രായം കുറഞ്ഞൊരു MLA ആണ്. ഇനി ഒരു മന്ത്രി, പ്രായം കുറഞ്ഞ മന്ത്രിയാവോ ഈ UDF സർക്കാരിൻ്റെ? ഒരാഗ്രഹങ്ങളും വെച്ച് സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകളല്ല കേരളത്തിലെ KSUക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ. പാർട്ടി എല്ലാ കാലത്തും പാർട്ടി ഓരോ ആളുകളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പിന്തുണയും പാർട്ടിയുടെ സ്നേഹവുമാണ്, പരിഗണനയുമാണ് എക്കാലത്തും വലുത് എന്ന് വിശ്വസിക്കുന്നവനാണ്. പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനായി, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സാധാരണ പ്രവർത്തകനായി ഞാനുണ്ടാവും. അത് തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യമായി ചെയ്യാൻ വി.ടി. സൂരജിന് ബാലുശ്ശേരിയിലുണ്ടാകും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.